സിതാരയോ? ആ, ഇന്നലെ വന്ന ആ കുട്ടിയില്ലേ, DK കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു വന്ന. ഓ, ആ കുട്ടി. അവൾക്കെന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. അവളുടെ കാര്യ എനിക്ക് DKയോട് പറയാനുള്ളത്. അത് ഇന്നലെ തന്നെ ക്ലോസ് ചെയ്തല്ലേ, പിന്നെന്തിനാ ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുന്നത്? ഒരു കാര്യവും ആവർത്തിച്ച് കേൾക്കുന്നത് എനിക്കിഷ്ടമില്ലെന്ന് അറിയില്ല നിനക്ക്. ഇന്നലെ ആ കുട്ടിയെ വിളിച്ചു വരുത്തി എന്റെ മുന്നിൽ നാടകം കളിച്ചത് നീയാണെന്ന് എനിക്കറിയാം. DKയുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നല്ല കാര്യം. എന്നിട്ടാണോ അങ്ങനൊരു വാർത്തയും ഫോട്ടോയും പത്രത്തിൽ കൊടുത്തത്? അതിൽ നിനക്കുള്ള പങ്കെന്താണെന്നാ എനിക്കറിയേണ്ടത്. എനിക്കൊരു പങ്കുമില്ല. ഞാനത് അറിഞ്ഞിട്ടോടിയില്ല. ആ വാർത്ത എനിക്ക് എത്രമാത്രം നാണക്കേടുണ്ടാക്കിയെന്ന് വല്ല തിരിച്ചറിവുണ്ടോടി? ഏതോ ഒരു പെണ്ണിനെ അപമാനിക്കാൻ വാർത്ത കൊടുക്കുമ്പോ അതിൽ അപമാനിക്കപ്പെടുന്നത് അമരാവതി എന്ന ഈ വീടും ഞാനും കൂടിയാണെന്ന ഓർമ്മ വേണമായിരുന്നു നിനക്ക്. DK എന്നെ തെറ്റിദ്ധരിച്ചതാ. അത് ചെയ്തത് ഞാനല്ല. മതി, ഇനി അതിനെ ന്യായീകരിച്ച് വഷളാക്കണ്ട, മനസ്സിലായോ? നിക്കേ, പറയാൻ വന്നത് പറഞ്ഞിട്ട് പോയാ മതി. എന്താ കാര്യം? അത് പിന്നെ സിതാര നല്ലൊരു കുട്ടിയാ. അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇവിടുന്ന് പോയ ശേഷം അവൾ എന്നെ വിളിച്ചിരുന്നു. ഓ, അത് ശരി. അത് പറയാനാണോ നീ എന്നെ കാത്തുനിന്നത്? അതെ. അവളെ വിവാഹം കഴിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ വീടിനെയും DKയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് അവൾക്ക് തന്നെയായിരിക്കും. ഇനി കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. അഹങ്കാരിയായ ആ ബേക്കറി കരിയേക്കാൾ എന്തുകൊണ്ട് നല്ലത് സിതാര തന്നെയാ. മരിച്ചുപോയ സുപ്രിയ ആന്റിയുടെ ഒരു ഏകദേശ ഛായ ഉണ്ട് സിതാരയ്ക്ക്. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോരുത് നീ. എന്റെ സുപ്രിയയും അവളെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒപ്പം ജീവിക്കുമ്പോഴും ഇപ്പൊ ഓർമ്മയിൽ ജീവിക്കുമ്പോഴും സുപ്രിയയുടെ സ്ഥാനം ആകാശത്തോളം ഉയരത്തില എന്റെ മനസ്സിൽ. അതിനൊപ്പം നിൽക്കാൻ പോകുന്ന ഒരു പെണ്ണും ഈ ഭൂമിയിൽ ഇന്നുവരെ ജനിച്ചിട്ടില്ല. ഇനി ജനിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. മേലിൽ ഇത്തരം വർത്തമാനങ്ങളുമായിട്ട് എന്റെ മുന്നിൽ വന്നു പോകരുത്, മനസ്സിലായോ? DK, ഞാനൊന്ന് വേണ്ട. നിലമറന്ന് പ്രവർത്തിക്കാൻ എന്നെ നിർബന്ധിക്കരുത് നീ. തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകൾ വായിൽ നിന്ന് വീണുപോയാൽ അതൊരിക്കലും നന്നായിരിക്കില്ല. മരുമകളുടെ സ്ഥാനം മറക്കരുത്, മനസ്സിലായോ? ഒരു താരതമ്യ പഠനക്കാരി വന്നിരിക്കുന്നു, ഇഡിയറ്റ്. എന്താ മോളെ? വാട്ട് ഹാപ്പൻ? ആനെന്തിനാ മോളെ വഴക്ക് പറഞ്ഞത്? അമ്മയുടെ മോന് ഭ്രാന്ത് മൂത്തിരിക്ക. എത്രയും വേഗം ഏതെങ്കിലും ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാ നല്ലത്. ഗുഡ് മോർണിംഗ് മൈ സൺ. വാട്ട് ഹാപ്പൻ ടുഡേ? നിന്റെ മരുമോൾ എന്തിനാ ദേഷ്യപ്പെട്ടു പോയത്? ഇന്നലെ വന്ന കോമാളി പെണ്ണില്ലേ, സിതാര? ഓ, ആ കറകോല പോലെ കറങ്ങിയ പെണ്ണോ? അതെ. ഞാനിപ്പോ അവളെ വിവാഹം കഴിക്കണോത്രേ. സുപ്രിയയുടെ ചായ അവൾ കൊണ്ടുപോലും. എന്തൊക്കെ ഭ്രാന്ത് അവൾ പറഞ്ഞത്. എന്റെ സുപ്രിയെ കുറിച്ച് പറയാൻ അവൾക്ക് എന്താ അധികാരം? കൂൾ കൂൾ മൈ സൺ. അവളൊരു പൊട്ടി പെണ്ണ. പക്ഷേ അവൾ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ. എന്ത് കാര്യം? സുപ്രിയയുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞത്. അതെ മോനെ, സുപ്രിയയുടെ തനി ചായ ഉണ്ടെന്ന്. അത് പക്ഷേ സിത്താരയ്ക്കല്ല. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നുപോയോ?
ആ ജ്യോതിയില ഞാൻ നിന്റെ സുപ്രിയെ കണ്ടത്. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മോനെ മോനെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. അമ്മ പറഞ്ഞത് വെരി ട്രൂ ആ, സത്യവാടാ മോനെ. പിന്നെ എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണെങ്കിൽ അമ്മ മിണ്ടായിരിക്കുന്ന നല്ലത്. മോനെ, നമ്മൾ കാരണം ഒരാൾ അപമാനിക്കപ്പെടാനോ മുറിവേൽക്കാനോ ഒരിക്കലും പാടില്ല. ഈ വീട്ടിൽ ഇന്നലെ അത് സംഭവിച്ചു. പത്രത്തിൽ ആ വാർത്ത വന്നത് ആ പെണ്ണിന് എത്ര നാണക്കേടുണ്ടാക്കി കാണും. അതുകൊണ്ട് തന്നെയാ അവൾ ഇന്നലെ ഇവിടെ വന്ന് അക്രമം ബഹളവും വെച്ചത്. നിന്റെ മരുമക്കൾ ചെയ്തത് തെറ്റാണെങ്കിലും നിന്റെ പേര് ചേർത്താ അവൾ അപമാനിക്കപ്പെട്ടത്. സാധിക്കുമെങ്കിൽ ആ കുടുംബത്തോട് മോനൊന്ന് ചെന്ന് സോറി പറ. ദേവാ മോനെ, ചുമ്മാതല്ല, നാട്ടുകാരല്ല ഇയാളെ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നത്. അഹങ്കാരത്തിന് മനുഷ്യരൂപം കിട്ടിയ അതിന്റെ പേരാ ഹിറ്റ്ലർ. എന്റെ അമ്മേ, മട്ടും ഭാവം കണ്ട എന്നെ ജീവനോട് പിടിച്ച് വിടുമെന്ന് വിചാരിച്ച. ഹോ, രക്ഷപ്പെട്ടത് ഭാഗ്യം. ലോകത്ത് ഇയാളുടെ ഭാര്യ മാത്രമേ ചത്തുപോയിട്ടുള്ളൂ. ഒരു സുപ്രിയ പശു ചത്ത് മോറിലെ പുളിയും പോയി. എന്നിട്ട് ചത്തുപോയ പെണ്ണുമ്പിള്ളയുടെ ഓർമ്മയും കെട്ടിപ്പിടിച്ചിരിക്കാൻ നാണമില്ല ഇയാൾക്ക്. ഹലോ, എന്താ ഒറ്റക്കിരുന്ന് പെറുപിറുക്കുന്നേ? എന്തായിരുന്നു ഹിറ്റ്ലറുമായിട്ട്? വയറ് നിറച്ച് കിട്ടിയോ? ഊതല്ലേ മോളെ. എല്ലാ ഐഡിയ എപ്പോഴും വർക്കൗട്ട് ആയെന്ന് വരത്തില്ല. ചിലപ്പോ ശരിയാവും, ചിലപ്പോ പാളിപ്പോവും എന്ന് കരുതി ഞാൻ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് ആരും വിചാരിക്കണ്ട. ചില മനുഷ്യരങ്ങനെയാ. ജീവിച്ചിരുന്നാലും മരിച്ചാലും മറ്റുള്ളവർക്ക് സമാധാനം തരില്ല. അതും സത്യം തന്നെയാ. ഈ അമരാവതിക്ക് ചുറ്റിലും ഇപ്പോഴും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് സുപ്രിയ ആന്റിയുടെ പ്രേതം. എന്റെ സംശയം അതല്ല. ചിലപ്പോ പ്രേതത്തിന്റെ രൂപത്തിൽ സുപ്രിയന്റെ DKയുടെ ഉള്ളിൽ തന്നെയായിരിക്കും കുടിയിരിക്കുന്നത്. ആയിരിക്കും. ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വല്ല മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ആവാഹിച്ച് ഏതെങ്കിലും പാലമരത്തിൽ തറയ്ക്കണം. ഈ സൂക്കേടിന് മന്ത്രവാദി ഒടിവിദ്യക്കാരനൊന്നും അല്ല വേണ്ടത്. നല്ല ഒന്നാന്തരം ഡോക്ടറാ, ഭ്രാന്തിന്റെ ഡോക്ടർ. എന്തായാലും താരേച്ചിയുടെ സന്ധി സംഭാഷണം പൊളിഞ്ഞു. സിത്താരെ കൊണ്ടുവരാനുള്ള അവസാനത്തെ വഴിയും അടഞ്ഞു അല്ലേ താരേച്ചി? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എന്ത് കാര്യത്തിന് ഞങ്ങള് കൂടെയുണ്ട്. മായേച്ചിക്കാണെങ്കിൽ ആകെ കലി കയറിയിരിക്കുന്ന അവസ്ഥയാണ്. അത്രയ്ക്കാ DK മായേച്ചി അപമാനിച്ചത്. ആ ബേക്കറിക്കാരുടെ അമ്മയോട് വരെ മാപ്പ് പറയിപ്പിച്ചു. യഥാർത്ഥത്തിൽ ആരാ എല്ലാത്തിനും കാരണം? ആ ഫോട്ടോയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആത്മാവ്. അവരാ അയാളുടെ ഭ്രാന്ത്. അയാൾ അവർക്ക് അഡിക്റ്റ് ആയിട്ടാ ജീവിക്കുന്നത്. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും അവരുടെ ഫോട്ടോകളും ഓർമ്മകളും. എല്ലാ ദിവസവും ഭാര്യയ്ക്ക് മധുരം കൊടുക്കണം, പിറന്നാൾ ആഘോഷിക്കണം, വിവാഹ വാർഷികത്തിന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. മരിച്ചു കഴിഞ്ഞിട്ടും അമരാവതിയുടെയും നമ്മുടെയും ശാപമായി മാറിക്കൊണ്ടിരിക്കുക. ഇവര് കാരണം നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാവും. പ്രിയമോളെ, പ്രിയേ, ഈ പെണ്ണിത് എവിടെ പോയി? പ്രിയേ, പ്രിയമോൾ
പ്രിയമോള് രാവിലെ പുറത്തേക്ക് പോയല്ലോ. മോക്ക് ഞാൻ ചായ തരാം, മോളിരിക്കെ. ഷോ, അവൾ എന്റെ കൂടെ രാവിലെ അമ്പലത്തിൽ പോവാൻ വരാന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ട് പറയാതെ അങ്ങ് പോയോ? ഇപ്പൊ കുറച്ചു നാളായിട്ട് ആരോടും പറയാതെ പോകുന്നത് ഇപ്പൊ കൂടുതലാ. ഫോണിൽ സംസാരവും കൂടുതലാ. മോളൊന്ന് ചോദിക്കണം കേട്ടോ. മോൾ എന്താ ആലോചിക്കുന്നേ? ഏ ഒന്നുമില്ല. അച്ഛനും മമ്മിയൊക്കെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അച്ഛാ, മമ്മി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവരും അങ്ങ് മറന്നുപോയോ? അച്ഛാ. എന്താടി? എന്തിനാ നീ ഇങ്ങനെ നടന്ന് കൂവുന്നേ? അച്ഛൻ എവിടെ മമ്മി? അയ്യോ, മോൾ അറിഞ്ഞില്ലായിരുന്നോ? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കോട്ടും സൂട്ടും ഒക്കെ ഇട്ടേ അമേരിക്ക വരെ പോയതാ. അമേരിക്കയിലോ? ആ, അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ. എന്താ, നിനക്കും പോണായിരുന്നോ? എന്താ മോളെ? ആ, അമേരിക്ക പോയാൽ ഇത്ര വേഗം തിരിച്ചെത്തിയോ? മോളെ എവിടേക്കാ രാവിലെ? ഒന്ന് ക്ഷേത്രത്തിൽ വരെ പോണ അച്ഛാ. ഇന്നെന്താ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു വിശേഷം ഉണ്ട്. എന്താടി, നിന്റെ കെട്ടുവല്ലോ ആണോ? അയ്യോ, അതൊക്കെ നിങ്ങൾ അച്ഛനും മമ്മിയും കൂടെ അല്ല തീരുമാനിക്കേണ്ടത്. അല്ല, ഇന്നത്തെ ദിവസം രണ്ടാൾക്ക് ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ്. എന്റെ വക ഒരു സമ്മാനം. അച്ഛനും മുണ്ടും ഷർട്ടും, മമ്മിക്കൊരു സാരി. പേടിക്കും മമ്മി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മോളിതൊക്കെ ഓർത്തു വെച്ചോ? ഞാനത് മറന്നുപോയി. എന്നെ കല്യാണം കഴിച്ച കാര്യം തന്നെ ഇയാൾ മറന്നുപോയി, പിന്നല്ലേ ആനിവേഴ്സറി. എന്നാലും എന്റെ ജ്യോതി മോൾ ഓർത്തല്ലോ. അങ്ങനെയാ സ്നേഹമുള്ള മക്കൾ. എവിടെ സാരി നോക്കട്ടെ ചേച്ചി. ആ സാരി കൊള്ളാം, പക്ഷെ കുറച്ചുകൂടി കളർ വേണമായിരുന്നു. എന്നല്ലേ ഉടുക്കുമ്പോ പകിട്ട് കാണും. ഉടുക്കുന്നതേ ഞാനല്ലേ, പകിട്ടൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അടുക്കള ചെന്ന് വല്ല പണിയുണ്ടോ നോക്ക്. ചെല്ലടി. നീ എന്തിനാ അവളോട് ചൂടാവുന്നത്? അതൊരു വാപോയ കോടാലിയല്ലേ? ഞാൻ മനുഷ്യ, നിങ്ങളുടെ ബന്ധുവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാത്തത്. വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. മമ്മിയുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ. ഞാനേ അമ്പലത്തിൽ പോയിട്ട് വരാം. മോളെ, എന്താ അച്ഛാ? അച്ഛനൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? അച്ഛാ, ഇന്നലെ ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നിരുന്നു. ഉടനെ തന്നെ പണമടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് അതിൽ പറയുന്നത്. അച്ഛൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഈ വീടങ്ങ് വിറ്റാലോന്നാ ഞാൻ അച്ഛാ. അമ്മയോട് ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മോൾ എന്തു പറയുന്നു? തൽക്കാലം മമ്മിയോട് ഇക്കാര്യം അച്ഛൻ പറയണ്ട. എന്തെങ്കിലും ഒരു വഴി തെളിയും. കേസിന്റെ വിധി നമുക്ക് അനുകൂലമായിരിക്കും അച്ഛാ. അച്ഛൻ സമാധാനായിട്ടിരിക്കും. എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം.